രാജ്യത്തെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഗാന്ധി കുടുംബത്തിന്റെ തഴമ്പുകൊണ്ട് മാത്രമല്ല അവർ മാലോകർക്ക് പ്രിയപ്പെട്ടവരായത്, മറിച്ച് ക്രിയാത്മക രാഷ്ട്രീയ ഇടപെടലുകളും തനതായ പ്രവർത്തന ശൈലിയുമാണ് ഇരുവരെയും സ്വീകാര്യമാക്കിയത്. കേരളവുമായും ഇവിടുത്തെ നേതാക്കളുമായും എല്ലാ കാലത്തും അടുപ്പം സൂക്ഷിച്ചവരാണ് ഗാന്ധി കുടുംബം. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും നിരവധി തവണ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ഒട്ടേറെ പേര് ദേശീയ നേതൃത്വത്തിലേക്ക് എത്തിച്ചതും ഗാന്ധി കുടുംബം തന്നെയായിരുന്നു. പല തലമുറകൾ മാറി ഇന്ന് പ്രിയങ്ക ഗാന്ധിയിലേക്കും രാഹുൽ ഗാന്ധിയിലേക്കും എത്തി നിൽക്കുന്ന ഗാന്ധി കുടുംബം കേരളവുമായുള്ള ആത്മബന്ധം അതേപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാടിന്റെ മുൻ MP ആയിരുന്നു. പ്രിയങ്ക ഗാന്ധിയാണ് നിലവിൽ വയനാടിന്റെ MP. ഇരുവർക്കും വയനാടിനോട് വൈകാരികമായ ആത്മബന്ധവുമുണ്ട്. ഈ ഘടകങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ഊർജവും ഉത്തരവാദിത്വവും പകരുന്നതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് വിജയിക്കേണ്ടത് പ്രിയങ്കയും രാഹുലിനെയും സംബന്ധിച്ച് അഭിമാന പോരാട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം അനിവാര്യമാകേണ്ട ഒന്നാണ്. മാത്രവുമല്ല, നിലമ്പൂർ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലവുമാണ്. ഈ ഘടകങ്ങൾ കാരണം വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിന് എത്തുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. പൊതുവെ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ UDF-നുള്ള സ്വാധീനം വളരെ വലുതാണ്. 16 മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഈ 16 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും UDF-ന്റെ MLA-മാരാണ് ഉള്ളത്. പൊന്നാനിയിലും തവനൂരിലും നിലമ്പൂരും താനൂരും മാത്രമായിരുന്നു ഇടതുപക്ഷത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞിരുന്നത്. ഇതിൽ നിലമ്പൂർ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. UDF-ന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു നിലമ്പൂർ. 2016-ലാണ് നിലമ്പൂർ മണ്ഡലം UDF-ന് നഷ്ടമായത്. ആര്യാടൻ മുഹമ്മദ് പിന്മാറിയ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും പിതാവിന് നൽകിയ പിന്തുണ വോട്ടർമാർ മകന് നൽകിയില്ല. ഇതോടെ UDF-ന് അടിപതറുകയായിരുന്നു. അട്ടിമറി വിജയത്തിലൂടെ കടന്നു വന്ന PV അൻവർ പിന്നെയും വിജയം ആവർത്തിച്ചു. CPM-ന്റെ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടെത്തിയ അൻവർ പിണറായി വിജയനും CPM-ന് വേണ്ടി ആവോളം വാദിക്കുമായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരെയും തുറന്നടിച്ച് വിമർശിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അൻവർ. രാഹുൽ ഗാന്ധിയെ പോലും വല്ലാതെ വിമർശിച്ച് വിവാദങ്ങളിൽ പെടുകയും ചെയ്തിരുന്നു. നിയമസഭയിലെ മറ്റ് ഇടത് MLA-മാർ പോലും സർക്കാരിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ അൻവറിനോളം ഇടപെട്ടിട്ടുണ്ടാകില്ല. എതിരാളികളെ കടന്നാക്രമിക്കുന്ന ശൈലിയായിരുന്നു അൻവറിന്റേത്. എന്നാൽ കാലക്രമേണ CPM-മായി അകന്ന അൻവർ ഏറ്റവും ഒടുവിൽ MLA സ്ഥാനം വരെ രാജിവെച്ചു. ഇതോടെയാണ് നിലമ്പൂർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒരേപോലെ CPM-നും കോൺഗ്രസിനും അതിലേറെ അൻവറിനും നിർണായകമാകുന്നതിന് ഒട്ടേറെ ഘടകങ്ങളുണ്ട്. നിലമ്പൂരിൽ CPM വിജയിച്ചാൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും. ഇനി അൻവറിലൂടെ കോൺഗ്രസ് വിജയിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ UDF-ന്റെ ഭാഗമായി അൻവർ വീണ്ടും തിളങ്ങും. ഉറപ്പായും മലബാറിൽ തന്നെ മറ്റൊരു മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരവും അൻവറിന് ലഭിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതും ഏറെക്കുറെ അത്തരം ആഗ്രഹങ്ങളുമാകും. നിലമ്പൂർ വിജയിച്ചാൽ അനായാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരംഗം സൃഷ്ടിക്കാമെന്ന് UDF കരുതുന്നു. അങ്ങനെ കേരളം ആകെ തരംഗം സൃഷ്ടിക്കണമെങ്കിൽ നിലമ്പൂരിൽ വിജയം കൂടിയേ തീരൂ. നിലമ്പൂരിൽ വിജയം സാധ്യമാകണമെങ്കിൽ കേരളത്തിലെ നേതാക്കന്മാരെ കൊണ്ട് മാത്രം കൂടിയാൽ കൂടില്ലെന്ന വിലയിരുത്തൽ ചിലർക്കെങ്കിലും ഉണ്ട്. അവിടെയാണ് ഡൽഹിയിൽ നിന്നും പ്രിയങ്കയും രാഹുലും കോൺഗ്രസിന്റെ രക്ഷകരായി എത്തുവാൻ പോകുന്നത്.